വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള DLED കോഴ്സുമായി ബന്ധപ്പെട്ട് അഡ്മിഷന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിലവിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അതേപോലെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ്, അതേപോലെ ഇൻ്റർവ്യൂ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വെയിറ്റ് ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളും, കൂടാതെ DLED കോഴ്സിൻ്റെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരമുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അതേപോലെ ഈ പറയുന്ന DLED കോഴ്സിൻ്റെ പ്രസക്തി ഉൾപ്പെടെ ഇനി നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ മറ്റു പ്രധാനപ്പെട്ട കോഴ്സ് സാധ്യതകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കാണുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിലവിൽ DLED കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പല മേഖലകളിൽ നിന്നും ഫോളോ ചെയ്തുകൊണ്ട് ഓരോ കാര്യം ചോദിക്കുന്നുണ്ട്. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ദീർഘമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. ഇപ്പോൾ നിലവിൽ നമുക്ക് DLED കോഴ്സിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. അപ്പോൾ ഒട്ടുമിക്ക ജില്ലകളിലും നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് എയ്ഡ് ഇനി അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. രണ്ട് കോഴ്സിൻ്റെയും അതായത് രണ്ട് കോളേജിൻ്റെയും ഇൻ്റർവ്യൂയും സെപ്പറേറ്റ് ആയിട്ട് ഡേറ്റിലായിരിക്കും. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ജില്ലകളിലൊക്കെ ഓൾമോസ്റ്റ് ഗവൺമെൻറ് എയ്ഡ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി ഈ പറയുന്ന ജില്ലകളിലൊക്കെ സെൽഫ് ഫിനാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിലവിൽ പ്രധാനപ്പെട്ട ജില്ലകൾ നേരത്തെ പ്രസിദ്ധീകരിച്ച ട്രിവാൻഡ്രം, അതേപോലെ തന്നെ മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട, ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഏകദേശം 5-6ഓളം ജില്ലകളിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അതേപോലെ കാത്തിരിക്കുന്ന കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള മറ്റു പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ റാങ്ക് ലിസ്റ്റ് ഇനി അങ്ങോട്ട് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. കാരണം PSCയുടെ അതായത് ഓരോ ജില്ലകളിലെയും വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ അപ്ലിക്കൻസിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ഡ്യൂറേഷൻ നീണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒട്ടുമിക്ക ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് ഈ വീക്കിൽ തന്നെ നിങ്ങൾക്ക് പരമാവധി അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇത് വന്നതിന് ശേഷം തീർച്ചയായിട്ടും സെൽഫ് ഫിനാൻസിൻ്റെയും റാങ്ക് ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജില്ലയിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം 13, 14 ഓൾമോസ്റ്റ് 13, 14, 15, 16 തീയതികളാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻ്റർവ്യൂ കാർഡ്, അതായത് കോൾ ലെറ്റർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതായിരിക്കും, നിങ്ങളുടെ അഡ്രസ്സിലോട്ട് വരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലെ വിദ്യാർത്ഥികൾക്കും ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഈ പറയുന്ന ഇൻ്റർവ്യൂ കാർഡ് അയക്കുന്നുണ്ട്. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ കാർഡ് എല്ലാ ജില്ലയിലും ലഭിക്കണമെന്നില്ല. അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും അഡ്മിഷൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇൻ്റർവ്യൂ പറഞ്ഞ ഡേറ്റിൽ തന്നെ നിങ്ങളും അറ്റൻഡ് ചെയ്യുക. ഇതാണ് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതായത് നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അതായത് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും ഇനി സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റ് കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റ് കൂടെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നിലവിലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ ഇൻഫർമേഷനൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തതുപോലെ നമ്മുടെ ഓരോ ജില്ലയിലെയും റാങ്ക് ലിസ്റ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് DLED കോഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യം അതിൽ വിദ്യാർത്ഥികൾ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ജില്ലയുടെ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടി വിദ്യാർത്ഥികൾക്ക് പരസ്പരം ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അഡ്മിഷൻ്റെ കോമൺ സ്റ്റാറ്റസ് ആണ്. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വിഷയത്തിലോട്ട് പോകാം. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് നിലവിൽ പല ജില്ലകളും റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ വെയിറ്റിംഗ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പല വിദ്യാർത്ഥികളുടെ ചർച്ചകളും കാണുന്നത് ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ ഏത് കോഴ്സ് ചെയ്യണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ് വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഉള്ളത്. ഇതൊക്കെ കൃത്യമായിട്ട് നേരത്തെ വിദ്യാർത്ഥികളോട് അറിയിച്ചിരുന്നു. കാരണം നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം ഓരോ ജില്ലകളിലെയും സീറ്റിനനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം ജില്ലയിൽ നേരത്തെ 70-80 സയൻസും ഹ്യൂമാനിറ്റീസ് മെയിൻ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 40 സീറ്റാണ്. ഇനി ചില ജില്ലകൾ 100 മുകളിൽ സീറ്റുള്ള ഗവൺമെൻറ് എയ്ഡഡ് ജില്ലകളുണ്ട്. ചില ജില്ലകൾ വളരെ പരിമിതമായിട്ട് 50 താഴെ മാത്രമുണ്ട്. അപ്പോൾ അത് ഓരോ ജില്ലകളിലെയും സീറ്റ് വേക്കൻസി അനുസരിച്ചാണ് ഈ പറയുന്ന മെയിൻ റാങ്ക് ലിസ്റ്റ് ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലെയും സീറ്റിൻ്റെ എണ്ണം വ്യത്യസ്തമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി സംബന്ധിച്ചോട് നിലവിൽ കിട്ടിയ വിദ്യാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു കാര്യം നിൽക്കുക. ഇനി കിട്ടാത്ത വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു ചാൻസ് കൂടിയുള്ളത് സെൽഫ് ഫിനാൻസ് ആണ്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജ് വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി കോഴിക്കോട്, വയനാടൊക്കെ നിലവിൽ റാങ്ക് ലിസ്റ്റ് വരാനും ബാക്കിയുണ്ട്.
അപ്പോൾ ഇനി അങ്ങോട്ട് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അഡ്മിഷൻ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ ഇനി പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ DLED കോഴ്സിന്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ +2 ആണ്. +2 കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡയറക്റ്റ് ആയിട്ട് ഈ DLED കോഴ്സിന് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്, PG കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ DLED കോഴ്സ് അഡ്മിഷന് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം DLED കോഴ്സ് ഇനി പുതിയ സിസ്റ്റം പ്രകാരം, ഇനി ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സിസ്റ്റം പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ UP നേരത്തെ ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരമുള്ള അപ്ഡേറ്റുകളൊക്കെ വന്ന സ്ഥിതിക്ക് കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു ഇൻഫർമേഷൻ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചിരുന്നു. ഇനി അങ്ങോട്ടുള്ള എഡ്യൂക്കേഷൻ മേഖലയിലെ സാധ്യതകൾ, ടീച്ചിങ് മേഖലയിലെ സാധ്യതകൾ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ UP അതേപോലെ തന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വരെ ഉദ്യോഗാർത്ഥികൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി അടിസ്ഥാന യോഗ്യതയായിട്ട് ഈ പറയുന്ന ഡിഗ്രിയും അതേപോലെ തന്നെ PGയും അതേപോലെ തന്നെ B.Edും എന്നുള്ളൊരു സിസ്റ്റത്തിലോട്ട് മാറാൻ പോവുകയാണ്. അതായത് UP ലെവലാണെങ്കിലും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് മേഖലയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ B.Ed എന്നുള്ളൊരു സിസ്റ്റത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും DLED കോഴ്സിന്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. കാരണം DLED എന്നുള്ള ഒരു കോഴ്സ് LP ലെവലിലോട്ട് മാത്രമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ 1 മുതൽ 4ാം ക്ലാസ് വരെ LP ലെവൽ, പ്രൈമറി ലെവലിൽ ടീച്ചിങ് മേഖലയിലേക്ക് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ DLED കോഴ്സ് ഓക്കെയാണ്. പക്ഷേ നമ്മൾ UP അതിന് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് B.Ed എന്നുള്ളൊരു സിസ്റ്റം നിർബന്ധമാക്കാൻ പോവുകയാണ്. നിലവിലത്തെ അപ്ഡേറ്റ് പ്രകാരം +2 + DLED ഉണ്ടെങ്കിൽ LPയും UPയും പഠിപ്പിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു അവസാനത്തെ ഒരു അവസരമായിട്ട് ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നിലവിൽ ഈ വർഷം DLED കോഴ്സ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ 2024-26 ഈ വർഷങ്ങളിലോട്ട് ഈ കാലയളവിനുള്ളിൽ ഈ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏകദേശം 27-28 അതിനുള്ളിൽ അടുത്തൊരു PSC കൂടി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യം ഇനി അടുത്ത PSC എപ്പോഴാണ് വിളിക്കുക, LP അല്ലെങ്കിൽ UP അടുത്ത PSC എപ്പോൾ വിളിക്കുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു 3-4 വർഷത്തെ ഗ്യാപ്പിനുള്ളിലാണ് അടുത്ത എക്സാം വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 26-27 ആ സമയത്ത് കോഴ്സ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും 27-28 തന്നെ നിങ്ങൾക്ക് അത് ഏറ്റവും മാക്സിമം 2027 തന്നെ നിങ്ങൾക്ക് അടുത്ത LP അല്ലെങ്കിൽ UP നിങ്ങൾക്ക് പരീക്ഷ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഈ 2 വർഷം വളരെ കൃത്യമായ രീതിയിൽ DLED കോഴ്സ് ഉപയോഗപ്പെടുത്തി 3ാം സെമസ്റ്റർ തന്നെ കേട്ടിട്ട്, കാരണം 3ാം സെമസ്റ്റർ പഠിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് കേട്ടിട്ട് പരീക്ഷയ്ക്ക് എഴുതുവാനും അതേപോലെ കേട്ടിട്ട് പരീക്ഷ ക്വാളിഫൈ ചെയ്യുവാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആ രീതിയിൽ 2 വർഷത്തെ DLED കോഴ്സിൻ്റെ കൂടെ 3ാമത്തെ സെമസ്റ്ററിൽ കേട്ടിട്ട് കൂടി കുടിച്ച് കൃത്യമായിട്ടുള്ളൊരു PC ലെവലിലോട്ടുള്ള ഒരു പരിശീലനം കൂടി ഈ പറയുന്ന കോഴ്സിൻ്റെ കൂടെ നിങ്ങൾ നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംബന്ധിച്ചും ഒരുപാട് സാധ്യതകൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം 27 ഈ ലെവലിലുള്ള PSC പരീക്ഷ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതുവാനും ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് LP ലെവൽ. UPയേക്കാളും ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്യുന്നത് LPയിലാണ്. കാരണം UPയിൽ നേരത്തെ പറഞ്ഞതുപോലെ B.Ed ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ കൂടി UP ലെവൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്ന സ്ഥിതിക്ക് LPയിൽ കേവലം TTCക്കാർ അല്ലെങ്കിൽ DLED കോഴ്സ് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് സാധ്യതകൾ LP ലെവലിൽ DLED കോഴ്സുകാർക്കുണ്ട്. ഈ ഒരു സാധ്യത മുന്നിൽ കണ്ട്, അതായത് ഈ വരുന്ന 3 വർഷത്തിനുള്ളിലെ സാധ്യതകൾ മുന്നിൽ കണ്ട് ഈ വർഷം കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 2030 എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് UPയിലൊക്കെ B.Ed കോഴ്സ് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ +2വിന് ശേഷം DLED കിട്ടാത്തവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഡിഗ്രി കോഴ്സ് ചെയ്യുക. കാരണം സ്വാഭാവികം ടീച്ചിങ് പാഷനായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഡിഗ്രി കോഴ്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ PGയും പഠിച്ചതിന് ശേഷം നിങ്ങൾ B.Ed എന്നൊരു കോഴ്സിലോട്ട് വരിക. ഇനി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ DLED കോഴ്സിന് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം B.Ed അല്ലെങ്കിൽ PG ചെയ്തതിന് ശേഷം B.Ed എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള പല വിദ്യാർത്ഥികളും ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ടീച്ചിങ് മേഖലയിലോട്ട് PGയും കഴിഞ്ഞ് B.Ed എന്നുള്ള സിസ്റ്റത്തിൽ വരാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാർത്ഥികളും B.Edന് അപേക്ഷ കൊടുക്കുകയും അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ B.Ed എന്നുള്ളത് നിലവിൽ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ B.Ed ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിൽ ഇനിയും അങ്ങോട്ട് കൃത്യമായിട്ട് ഓരോ മേഖലയിലും അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അപ്പോൾ എന്തായാലും നിലവിൽ സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റ് കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾ അതുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ
അഡ്മിഷൻ കിട്ടാൻ പോകുന്ന ഓൾറെഡി മെയിൻ ലിസ്റ്റുള്ളവരും അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റുള്ളവരും ഈ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുക. ഇനി അതേപോലെ ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 വർഷത്തേക്ക് 4 സെമസ്റ്റർ എന്നില്ല, ഒരു സെമസ്റ്റർ പൂർണ്ണമായിട്ടും ടീച്ചിങ് പ്രാക്ടീസ് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ടീച്ചിങ് പ്രാക്ടീസ്. അതേപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് ടീച്ചിങ് മേഖലയിലോട്ട് ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് ഈ ഒരു കോഴ്സ് കൊണ്ടുവരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സാധാരണ രീതിയിൽ നിങ്ങൾ നേരത്തെ +2 ലെവലൊക്കെ പഠിച്ചവരാണെങ്കിൽ പ്രൊജക്റ്റ് അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ഒരുപാട് മേഖലകളിലോട്ടുള്ള വർക്കുകൾ ഈ ഒരു കോഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വർഷത്തെ കോഴ്സിൽ ഒരു പക്ഷേ സ്വാഭാവികമായ ഒരു ഫീഡ്ബാക്ക് നോക്കുകയാണ്, 2 വർഷം കൊണ്ട് ഒതുങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് വർക്കുകളൊക്കെ ഈ ഒരു കോഴ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്ന് വെച്ചാൽ 2 വർഷം കൊണ്ട് പൂർണ്ണമായിട്ട് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഡിമെറിറ്റ് തന്നെയാണ്. കാരണം നിലവിൽ നിങ്ങൾ നോക്കുക, ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും ഡിഗ്രി ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ DLED കോഴ്സ് ഇതുവരെ 2024 അഡ്മിഷൻ തന്നെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. കാരണം റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂ വിളിച്ചിട്ടേ ഉള്ളൂ, ചില ജില്ലകളിൽ ഇതുവരെ ഇന്റർവ്യൂ വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണ് ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടെ സെപ്റ്റംബർ മാസം മാത്രമാണ്, സെപ്റ്റംബർ ഏകദേശം 1st 2nd അല്ലെങ്കിൽ ലാസ്റ്റോട് കൂടെ മാത്രമാണ് ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെമസ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും ലേറ്റ് ആവാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ 26 എന്നുള്ളത് 26 ലാസ്റ്റ് അല്ലെങ്കിൽ 27 കൂടെ അങ്ങനെ തന്നെ പറയാൻ നമുക്ക് ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും 27 ആ ഒരു PSCയുടെ മുമ്പ് വിദ്യാർത്ഥികളെ ഈ ഒരു കോഴ്സ് പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഡിലേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമ്മർദ്ദമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം കൃത്യമായിട്ടും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കോഴ്സ് വളരെ നേരത്തെ തന്നെ സമയബന്ധിതമായിട്ട് തീർക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ PSC അല്ലാത്ത മേഖലകൾ ഈ പറയുന്ന DLED കോഴ്സിന് സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടി വിദ്യാർത്ഥികളുടെ പ്രധാന സംശയമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മാത്രമല്ലാതെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഈ ഒരു DLED കോഴ്സ് കൊണ്ട് നമുക്ക് നേട്ടങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ തീർത്തും നമുക്ക് പറയാം. കാരണം ഈ പറയുന്ന DLED കോഴ്സ് നിങ്ങൾക്കറിയാം, കൃത്യമായിട്ട് മലയാളം മീഡിയത്തിലാണ് DLED കോഴ്സ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. കാരണം കേരളത്തിലുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ LP UPയിലോട്ട് കേരളത്തിൽ മീഡിയം നോക്കുകയാണ് മലയാളം മീഡിയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നമ്മുടെ കേരളത്തിലുള്ള സ്കൂളിലോട്ടുള്ള സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു DLED കോഴ്സ് കൊണ്ട് കേരളത്തിലല്ലാതെ മറ്റു മേഖലകളൊന്നും സാധ്യതയില്ല എന്ന് തന്നെ പറയാം. GCC കൺട്രിയിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറമേക്ക് നോക്കുകയാണെങ്കിൽ DLED എന്നുള്ള കോഴ്സ് എഡ്യൂക്കേഷൻ മേഖലയിൽ എവിടെയും നിങ്ങൾക്ക് കാര്യമില്ല. ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെയും കേരള എയ്ഡഡ് സ്കൂളുകളുടെയും കീഴിൽ മാത്രമാണ് ഈ പറയുന്ന DLED കോഴ്സ് കൊണ്ട് സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ പുറമേയൊക്കെ നോക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PG അല്ലെങ്കിൽ ഡയറക്റ്റ് BEd എന്നുള്ള മേഖലയിൽ തന്നെ നിങ്ങൾ പോകണം. അല്ലാതെ ഈ DLED കോഴ്സ് കൊണ്ട് മറ്റു ഒരു മേഖലകളിലോട്ടും പോകാൻ സാധിക്കില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ പലരും ചോദിച്ചുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പല വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സംശയങ്ങളുണ്ട് ചോദിക്കുക. പുതിയ സിസ്റ്റം പ്രകാരം നമുക്ക് മറ്റു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഒരു കോഴ്സിന് വരുന്നില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UP എന്നുള്ളൊരു ചാൻസ് മാറുകയാണ്, LP എന്നുള്ളൊരു ചാൻസ് അവിടെ തന്നെ നിലനിൽക്കും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് പുതിയ സിസ്റ്റം പ്രകാരം വരികയാണെങ്കിൽ കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കോഴ്സിൽ നിലവിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളും ഇനി അഡ്മിഷൻ കിട്ടാത്ത മറ്റു പല മേഖലയിലോട്ട് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ അറിയുവാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്തുകൊണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും ഓരോ ഘട്ടങ്ങളിലും എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ പരമാവധി നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ സുഹൃത്തിൽ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.